നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ദിനം ഗോഹട്ടിയിൽ അവസാനിക്കുമ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ദിനം എന്നാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. പക്ഷേ അവസാന സെഷനിൽ ടീം ഇന്ത്യ നടത്തിയ ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് ബാക്ക് ഉണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കരുത്. 4 വിക്കറ്റുകളാണ് ആ സെഷനിൽ പിഴുതെടുത്തത്. അങ്ങനെയാണ് സൗത്ത് ആഫ്രിക്ക 247-6 എന്ന നിലയിലേക്ക് എത്തുന്നത്. സോ ആ ഫൈറ്റ് ബാക്കിന് കൈയടിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് പുതിയ ക്യാപ്റ്റൻ ഋഷഭ് പന്ത്, അദ്ദേഹം മികച്ച രൂപത്തിൽ കുൽദീപ് യാദവിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കുൽദീപിൻ്റെ ബൗളിംഗ് തീർച്ചയായിട്ടും ഇത്തരം കണ്ടീഷനുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം അത് നല്ല രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. ഏതായാലും ഈ ടെസ്റ്റ് സീരീസിൽ ഹിസ്റ്ററി പിറന്നിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റർമാർ, അവരുടെ ടോപ്പ് 4 എല്ലാ ബാറ്റർമാരും 35 അതിലധികമോ റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് പോലും അർദ്ധ സെഞ്ചുറി കടക്കാനും പറ്റിയില്ല. ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ടെസ്റ്റ് ഹിസ്റ്ററിയാണ് ഇത് സംഭവിക്കുന്നതെന്ന കാര്യം നോക്കുക. ആദ്യ ദിവസത്തെ സ്റ്റംപ്സിൻ്റെ സമയത്ത് സൗത്ത് ആഫ്രിക്ക 247-6 എന്ന നിലയിലാണ്. അപ്പോൾ വിശദമായി നമ്മൾ കാര്യത്തിലേക്ക് വന്നാൽ, ഗോഹട്ടിയിലെ പിച്ച് ഇന്നലെ മിസ്റ്ററി പിച്ച് എന്ന രൂപത്തിൽ നമ്മൾ വിലയിരുത്തിയതാണ്. പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിനെ ഒന്ന് നോർമൽസിയിലേക്ക് കൊണ്ടുവന്ന പിച്ചും ദിവസവുമാണ് ഗോഹട്ടിയിലേതെന്ന് പറയേണ്ടി വരും. പക്ഷേ സെഷൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അത് അപ്സൈഡ് ഡൗൺ ആയി. ആദ്യം ടീ ആണ്, പിന്നെയാണ് ലഞ്ച്. അതൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ടൈമിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതാണ്. സൺസെറ്റും സൺറൈസും ഒക്കെ അവിടെ നേരത്തെ ആയതുകൊണ്ട് കളി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ്. പക്ഷേ കൊൽക്കത്തയിൽ കളി 3 ദിവസം കൊണ്ട് തീർന്നു. പെർത്തിൽ ആഷസ് ടെസ്റ്റ് 2 ദിവസം കൊണ്ട് തീർന്നു. സോ എന്താണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സംഭവിക്കുന്നത് എന്നുള്ള ആശങ്ക വരുമ്പോഴാണ് ഒരു നോർമൽസി കീപ്പ് ചെയ്യുന്ന തരത്തിൽ ഗോഹട്ടിയിലെ പിച്ച് പെരുമാറുന്നത്. ഇന്നത്തെ ദിവസം മികച്ച രൂപത്തിലുള്ള ക്രിക്കറ്റ് തന്നെയാണ് നടന്നത്. 247 റൺസ് സ്കോർ ചെയ്തു. ഇന്ത്യൻ ടീം 6 വിക്കറ്റുകൾ എടുത്തു എന്ന് പറയുമ്പോൾ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പോരാട്ടം. ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ ഡെപ്ത്ത് വളരെ കൃത്യമായിട്ട് ഈ ഫ്ലാറ്റ് സർഫേസിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഓവറിൽ 3-ലധികമൊക്കെ റൺസ് അടിക്കണമെങ്കിൽ റിസ്ക് എടുക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ റിസ്ക് എടുക്കാൻ വേണ്ടി അവരുടെ ബാറ്റർമാർ തുനിഞ്ഞപ്പോഴൊക്കെ നമ്മുടെ ബൗളർമാർ വിക്കറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ പുതിയ ക്യാപ്റ്റൻ ഋഷഭ് പന്ത്, അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ടെസ്റ്റിൽ നോക്കുക, കുൽദീപ് യാദവ് എന്ന ബൗളർ ഇത്തരം പിച്ചുകളിൽ ടിപ്പിക്കൽ ഇന്ത്യൻ സർഫേസിൽ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നു. അതോടൊപ്പം തന്നെ നമ്മളെല്ലായ്പ്പോഴും വിശ്വസിക്കുന്ന ജസ്പ്രീത് ബുംറ മികച്ച രൂപത്തിൽ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് പന്തെറിഞ്ഞത്. 17 ഓവറിൽ 38 റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്ത്. 1 വിക്കറ്റാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് ഡെപ്ത് നമ്മൾ എടുത്തു പറയണം. അപ്പം ഇന്ത്യക്ക് വിക്കറ്റ് ലഭിക്കണമെങ്കിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത് തെളിയിച്ചൊരു ദിവസം കൂടിയാണ്. ഒരു ഘട്ടത്തിൽ അവർ 201-5 എന്ന രൂപത്തിലായിരുന്നു. പക്ഷേ ടോണി ഡി സോർസിയും സെനോരാൻ മുത്തുസ്വാമിയും ചേർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഏതായാലും ഒടുവിൽ മുഹമ്മദ് സിറാജ് ടോണി ഡി സോർസിയെ പറഞ്ഞു വിട്ടത് ഇന്ത്യക്ക് വലിയ ആശ്വാസമായി. അതിനുശേഷം പിന്നെ ഏതാനും പന്തുകൾ മാത്രം എറിഞ്ഞ് ബാറ്റ് കാരണം കളി നിർത്തുകയായിരുന്നു എന്നുള്ളത് ടോണി ഡി സോർസിക്ക് വലിയ രൂപത്തിൽ ഒരു നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റർമാർക്കൊക്കെ നല്ല സ്റ്റാർട്ട് കിട്ടിയിട്ടും ഒരാൾക്ക് പോലും അർദ്ധ സെഞ്ചുറി നേടാൻ പറ്റിയില്ല എന്നുള്ളത് നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. കൊൽക്കത്തയിലും ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോഴേക്കുമൊക്കെ പിച്ചിൻ്റെ സ്വഭാവം എന്തായി എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അവരെ വല്ലാതെ ഹേർട്ട് ചെയ്തില്ല. പക്ഷേ ഇവിടെ പിച്ചിൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന കാര്യം മനസ്സിലാക്കുക. എന്ന് പറയുമ്പോൾ ബാറ്റർമാർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് കളി വരുന്നത്. ആദ്യം ഒന്ന് വളരെ ബാറ്റ്ഫുള്ളായിട്ട് ബാറ്റർമാർ പോയി നിന്നു. പിന്നെ മോയ്സ്ചർ മാറിയതോടുകൂടി ബാറ്റിംഗ് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. പിന്നെ അവിടെ ഇവിടെ കുറച്ച് ടേണുകളൊക്കെ കണ്ടു. അങ്ങനെ നല്ല രൂപത്തിലുള്ള ഒരു പിച്ചാണ്. എന്തായാലും ഈ പിച്ചിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ബാറ്റേഴ്സിന് നല്ലതായിരുന്നു, എന്നാൽ ബൗളേഴ്സിന് ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിർത്തുന്ന തരത്തിലുള്ളൊരു പിച്ചാണ്. എഡൻ മാർക്രമും റിയാൻ റിക്കിൾട്ടനും ചേർന്നുകൊണ്ട് ആദ്യ വിക്കറ്റിൽ 82 റൺസാണ് അടിച്ചത്. അത് ഒരു പക്ഷേ ഈ സീരീസിലെ ഹയസ്റ്റ് പാർട്ട്ണർഷിപ്പാണെന്ന് പറയേണ്ടി വരും. പക്ഷേ മാർക്രമിനെ ജസ്പ്രീത് ബുംറ മടക്കി വിട്ടു. അങ്ങനെ ആ സെഷൻ കഴിഞ്ഞതിന് ശേഷം
രണ്ടാം സെഷനിൽ വീണ്ടും അവർ അതേ രൂപത്തിൽ തന്നെ അവരുടെ ബാറ്റർമാർക്കൊക്കെ നല്ല രൂപത്തിലുള്ളൊരു സ്റ്റാർട്ട് ലഭിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് അവർ തുടർന്ന് പോകുന്നതും. റിക്കിൾട്ടൺ 35 റൺസുമായിട്ട് മടങ്ങി. സ്റ്റെപ്സും ടെമ്പ ബൗമയും ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സ്റ്റെപ്സ് ഒടുവിൽ കുൽദീപ് യാദവിൻ്റെ പന്തിലാണ് പുറത്താകുന്നത്. 49 റൺസാണ് സ്റ്റെപ്സ് എടുക്കുന്നത്. ടെമ്പ ബൗമ 41 റൺസാണ് അടിച്ചിട്ടുള്ളത്. അദ്ദേഹം 92 പന്തുകളിൽ നിന്നാണ് 41 റൺസ് അടിക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ടാം സെഷനിൽ കഴിഞ്ഞതിന് ശേഷം ആ ബ്രേക്കിൻ്റെ ഒരു സമയത്ത് ഒരു പക്ഷേ അവർ വേഗത്തിൽ സ്കോർ ചെയ്യേണ്ടതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം. പിന്നീട് അത്തരത്തിലുള്ളൊരു അപ്രോച്ചിലേക്ക് അവർ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബൂംറയൊക്കെ വളരെ മനോഹരമായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ടെമ്പ ബൗമയും ട്രിസ്റ്റൻ സ്റ്റെപ്സും പിന്നീട് സ്കോറിംഗ് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലേക്ക് പോകുന്നു എന്ന തോന്നലാണ് നമുക്കുണ്ടാക്കിയത്. ബൗമ ആ ഒരു തരത്തിലുള്ള ഷോട്ടുകളിലേക്ക് പോകുന്നു. രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ് എന്നിവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അവർ ആ വിക്കറ്റുകൾ എടുക്കുന്നത് നോക്കുക. ബൗമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജഡേജയുടെ പന്തിൽ എക്സ്ട്രാ കവർ ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ മിഡ് ഓഫിൽ അദ്ദേഹം ക്യാച്ച് ആവുന്ന ഒരവസ്ഥയുണ്ടായി. സ്റ്റെപ്സും അതുപോലെ തന്നെയാണ്. കുൽദീപിൻ്റെ ബോളിൽ ആ രൂപത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് അദ്ദേഹവും ശ്രമിക്കുന്നു. ഒടുവിൽ കുൽദീപിൻ്റെ പന്തിൽ KL രാഹുൽ പിടിച്ചാണ് സ്റ്റെപ്സും മടങ്ങിപ്പോകുന്നത്. അങ്ങനെ 4 വിക്കറ്റുകൾക്ക് 187 എന്ന രൂപത്തിലേക്കാണ് അവർ എത്തുന്നത്. പിന്നെ വിയാൻ മൾഡറെയാണ് പറഞ്ഞത്. അപ്പോഴേക്കും അവർ 200 കടന്നിട്ടുണ്ടായിരുന്നു. വിയാൻ മൾഡറെ കുൽദീപ് യാദവ് ജയ്സ്വാളിൻ്റെ കൈകളിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് പിന്നീട് സെനരാൻ മുത്തുസ്വാമിയും ടോണി ഡി ജോർജിയും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവസാനം ഇന്ത്യക്കൊരു വിക്കറ്റ് കൂടി എടുക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് സാധിച്ചെടുത്തു. ഇന്ത്യ ന്യൂ ബോൾ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. കാരണം ഒരു ഭാഗത്ത് പേസർമാർ എക്സോസ്റ്റഡ് ആണ് എന്ന് പറയുമ്പോൾ പോലും ഓൾഡ് ബോളിന് പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യാനില്ല എന്ന് തെളിയുന്നു. അപ്പോഴാണ് സിറാജ് ന്യൂ ബോൾ കൊണ്ട് ആ ഒരു വിക്കറ്റ് എടുക്കുന്നത്. ടോണി ഡി ജോർജിയെ അദ്ദേഹം പന്തിൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്നു. 59 പന്തുകളിൽ 28 റൺസാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത്. പിന്നെ മുത്തുസ്വാമി ഇപ്പോൾ 25 റൺസുമായിട്ടും KL വരെയും 1 റൺസുമായിട്ടും ക്രീസിലുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റെംസിൻ്റെ സമയത്തുള്ള ഒരു അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ഫൈനൽ സെഷനിൽ മാരകമായിട്ട് തിരിച്ചടിക്കാൻ ഇന്ത്യൻ ടീം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിക്കറ്റുകൾ എടുക്കാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കളിയെ വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റിയിട്ടുള്ളത്. ടെമ്പ ബൗമ, ട്രിസ്റ്റൻ സ്റ്റെപ്സ്, വിയാൻ മൾഡർ, ടോണി ഡി ജോർജി എന്നിവരുടെ വിക്കറ്റുകളാണ് അവസാന സെഷനിൽ നമ്മുടെ ബൗളർമാർ പിഴുതെടുത്തിട്ടുള്ളത്. അതോടുകൂടി ഇനിയിപ്പോൾ നാളത്തെ ആദ്യ സെഷനിൽ തന്നെ സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ട് ആക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടാവുകയാണ്. പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് ഡെപ്ത് നമ്മൾ എടുത്ത് പറയണത് ഇനിയിപ്പം സ്റ്റിൽ അവർക്ക് നമുക്കറിയാമല്ലോ, മുത്തുസ്വാമിയും കെൽവരിയനും ക്രീസിലുണ്ട്. പിന്നാലെ വരാൻ മാർക്കോ എൻസൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്റ്റിൽ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ എത്രയും പെട്ടെന്ന് അവരെ ഓൾ ഔട്ട് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ചിരിക്കും ഈ ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്രതീക്ഷ. ഈ ടെസ്റ്റിൽ ഇന്ത്യക്ക് വിജയിച്ചേ പറ്റൂ. ആദ്യ ടെസ്റ്റ് നമ്മുടെ ടീം തോറ്റതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ അവസാന സെഷനിൽ 4 വിക്കറ്റ് എടുത്ത പോലെ നാളത്തെ ദിവസം ആദ്യ സെഷനിൽ തന്നെ അവരെ ഓൾ ഔട്ട് ആക്കാൻ കഴിയട്ടെ. ഇന്നത്തെ ദിവസത്തെ ബൗളിംഗ് പ്രകടനം എടുക്കുമ്പോൾ കുൽദീപ് 17 ഓവറിൽ 48 റൺസിന് 3 വിക്കറ്റ് എടുത്തു, മികച്ച പ്രകടനം നടത്തി. ബൂംറ 17 ഓവറിൽ വെറും 38 റൺസ് വിട്ടുകൊടുത്തു, 1 വിക്കറ്റ് അദ്ദേഹം നേടുകയുണ്ടായി. ജഡേജ 12 ഓവറിൽ 30 റൺസ് 1 വിക്കറ്റ് എടുത്തു. സിറാജ് 17.5 ഓവറുകളിൽ 59 റൺസ് 1 വിക്കറ്റ് എടുത്തു. ഏതായാലും ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ ഡെപ്ത് കൂടി ഇന്ന് നമ്മൾ കണ്ടു. ഈ ഫ്ലാറ്റ് സർഫേസിൽ എങ്ങനെ ബൗൾ ചെയ്യണം എന്നുള്ളത് കുൽദീപ് കൃത്യമായിട്ട് കാണിക്കുന്നു. നാളെ രാവിലത്തെ സെഷനിൽ അവരെ തീർക്കാൻ പറ്റട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.